വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ വെട്ടിനിരത്തി ബിജെപി പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശിനെ മാത്രമാണ് നിലനിർത്തിയത്. അവഗണന നേരിട്ടുവെന്ന ആരോപണം ഉന്നയിച്ച ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറിയാക്കി. മുൻ DGP ആർ ശ്രീലേഖ, ഷോൺ ജോർജ് തുടങ്ങി 10 വൈസ് പ്രസിഡന്റുമാരാണ് പുതിയ കമ്മിറ്റിയിലുള്ളത്. പട്ടികയ്ക്ക് പിന്നാലെ ബിജെപിയിൽ തർക്കവും തുടങ്ങി. സംസ്ഥാന ബിജെപിയിലെ ഭിന്നത രൂക്ഷമാക്കുന്ന തരത്തിലാണ് പുതിയ ഭാരവാഹി പട്ടിക. എം.ടി. രമേശ് മാത്രമാണ് പുതിയ കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറിയായി തുടരുന്നത്. കഴിഞ്ഞ തവണ ജനറൽ സെക്രട്ടറിമാരായ സി കൃഷ്ണകുമാർ, പി സുധീർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരാക്കി തരം താഴ്ത്തി. എന്നാൽ കെ സുരേന്ദ്രനോട് ഭിന്നിച്ചു നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി ആയത് സുരേന്ദ്രൻ വിരുദ്ധ വിഭാഗത്തിന് നേട്ടമാണ്. എസ് സുരേഷ്, അനൂപ് ആന്റണി, ജോസഫ് എന്നിവരാണ് മറ്റ് ജനറൽ സെക്രട്ടറിമാർ. മുൻ DGP ആർ ശ്രീലേഖ, ഷോൺ ജോർജ്, ഡോക്ടർ KS രാധാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടെ 10 വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിന്റെ പ്രധാന ചുമതലയെന്ന് ശോഭാ സുരേന്ദ്രനും ഷോൺ ജോർജും ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. അധികാര കേന്ദ്രങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തികളെ, അതായത് ജയിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് ജനം സ്വീകരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥ പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് വികസിത കേരളത്തിന് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും, എല്ലാ മേഖലകളെയും, എല്ലാ ഘടകങ്ങളെയും, എല്ലാ നേതൃത്വത്തെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ല ടീമാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും ഉൾപ്പെടുത്തി വലിയൊരു മൂവ്മെന്റ് ആണ് പാർട്ടി നടത്താൻ പോകുന്നത്. അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട അമിത്ഷാജി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കുന്നത്. നാളെ മുതൽ ഞങ്ങൾ ആരംഭിക്കാം. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ തർക്കവും തുടങ്ങി. മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് മുൻ സംസ്ഥാന വക്താവ് PR ശിവശങ്കർ സ്വയം ഒഴിവായി. മുതിർന്ന വനിതാ നേതാക്കളായ VT രാമ, സിന്ധുപോൾ എന്നിവരെ ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും ഒരു വിഭാഗത്തിന് അമർഷമുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന കീഴ്വഴക്കവും പുതിയ നേതൃത്വം ലംഘിച്ചുവെന്നാണ് ആക്ഷേപം. എന്നാൽ സാമുദായിക പ്രാധാന്യം കൂടി പരിഗണിച്ചാണ് പട്ടികയെന്നും ആർക്കും അതൃപ്തി വേണ്ടെന്നും M.T. രമേശ് പറഞ്ഞു. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പട്ടികയിൽ പാർട്ടിയിൽ നേരത്തെ ചുമതല വഹിച്ച ആളുകളുണ്ട്. എല്ലാ പ്രാവശ്യവും BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിലുള്ള ടീമിൽ 50% ആളുകളെ നിലനിർത്തും, പുതിയ 50% ആളുകളെ പുതുതായിട്ടെടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നൊരു രീതി. ഈ പ്രാവശ്യവും നിലവിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ 50% പേരെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയ 50% പേരെടുത്തപ്പോൾ ചില മാനദണ്ഡങ്ങൾ പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ ഭാരവാഹി പട്ടികയിൽ അവഗണന നേരിട്ട വി മുരളീധരൻ, കെ സുരേന്ദ്രൻ പക്ഷം നേതൃത്വത്തിന് വഴങ്ങുമോ എതിർക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് മലയാളം, കോഴിക്കോട്.